നമസ്കാരം. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഇടതുവശം ചേർന്ന് NSSും SNDPയും വിശ്വാസ സംരക്ഷണത്തിൽ കോൺഗ്രസിനും BJPക്കും ആത്മാർത്ഥതയില്ലെന്നും ശബരിമലയിൽ യുവതികളെ കയറ്റാൻ നിയമതടസ്സമില്ലാതിരുന്ന സാഹചര്യത്തിലും പിണറായിയുടെ സർക്കാർ അതിന് മുതിർന്നിട്ടില്ലെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ആവർത്തിച്ചു. ഭക്തരുടെ ഹിതത്തിനെതിരെ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായം. പരിവാർ സംഘടനകൾ നടത്തിയ ബദൽ അയ്യപ്പ സംഗമത്തിൽ വാവർക്കെതിരെ വിദ്വേഷ പ്രസംഗമുണ്ടായതും പന്തളം കൊട്ടാരത്തിലുള്ളവർ തന്നെ പരാതി കൊടുത്തതും പരിപാടിയുടെ ശോഭ കെടുത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 8 മാസം മാത്രം ശേഷിക്കെ സമുദായ സംഘടനകൾ സർക്കാരിന് പിന്നിൽ അണിനിരക്കുന്നത് ഒരു ഗതി മാറ്റമായി മാറുമോ? ഈ ചർച്ചയിൽ ശ്രീ KS അരുൺകുമാർ CPM, ശ്രീ അനിൽ അക്കര കോൺഗ്രസ്, ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ BJP എന്നിവർ. ആദ്യം ശ്രീ അരുൺകുമാർ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ തേര് തെളിക്കുന്ന സാരഥികളായി വെള്ളാപ്പള്ളി നടേശനെയും G സുകുമാരൻ നായരെയും ആണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? LDF ഒരു ഹിന്ദു മുന്നണി 2.0 ആയി മാറുകയാണോ? ഇവിടെ എല്ലാ സാമുദായിക സംഘടനകളും അത് മതപരിഗണനകളില്ലാതെ തന്നെ ഇടതുപക്ഷത്തോട് യോജിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഏതെങ്കിലും സമുദായ സംഘടന മാത്രമല്ല, ഈ സമൂഹത്തിലെ ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ഇടതുപക്ഷത്തോട് യോജിക്കേണ്ടി വരും. കാരണം ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ച് അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി LDF ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ഒന്നാം പിണറായി സർക്കാർ 600 കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഭൂരിഭാഗം കാര്യങ്ങളും നടപ്പാക്കി അവ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളെ അറിയിച്ചു. രണ്ടാം പിണറായി സർക്കാർ 900 കാര്യങ്ങൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ കൃത്യമായി പ്രകടന പത്രികയിലൂടെ അറിയിച്ച് അതിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറങ്ങുമ്പോൾ 739 കാര്യങ്ങൾ പൂർത്തീകരിച്ചതായി ജനങ്ങളെ അറിയിച്ച് ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിശ്വാസികൾക്ക് ഇടതുപക്ഷത്തെ തള്ളി പറയാൻ കഴിയാത്ത തരത്തിലേക്ക് തന്നെയാണ് ആരാധന സംരക്ഷിക്കാനും ആചാരങ്ങൾ സംരക്ഷിക്കാനും ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ആചാര സംരക്ഷണവും ആരാധനാ സംരക്ഷണവും ഒക്കെ ഇന്ന് മുതലാണ് ശ്രീ അരുൺകുമാർ അജണ്ടയിലേക്ക് വന്നത്. നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുന്നു. ഇത് ആരുടെ പ്രശസ്തമായ വാചകങ്ങളാണ്? പിണറായി വിജയന്റെ വാചകങ്ങളാണ്. നമ്മൾ അന്ന് കണ്ടതിന്റെ ഒരു ശീർഷാസന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അന്ന് പിണറായി വിജയനും നിങ്ങളുടെ പാർട്ടിക്കുമെതിരെ വാളെടുത്തിരുന്ന സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഇപ്പോ പിണറായി വിജയൻ കൊള്ളാം എന്ന് പറയുകയും ഞങ്ങൾ ആചാര സംരക്ഷണത്തിൽ പ്രതിജ്ഞാബദ്ധരാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇതാണ് ഞാൻ പറയുന്നത്, ശീർഷാസന കാഴ്ചയാണ്. ഏതെങ്കിലും തരത്തിൽ CPM ആരാധനാ സ്വാതന്ത്ര്യത്തിനെതിരെയോ ആചാരങ്ങൾക്കെതിരെയോ വർത്തമാനം പറയുന്ന കാര്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഏതു മതത്തിലും വിശ്വസിക്കാം, ഏതു മതത്തിലുള്ള വിശ്വാസത്തെയും നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം, നിങ്ങൾക്കൊരു വിശ്വാസമില്ലെങ്കിൽ വിശ്വാസമില്ലാതെ തന്നെ ജീവിക്കാം. പരമോന്നത നീതിപീഠം ഒരു വിധി പറഞ്ഞപ്പോൾ ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ആ വിധിയെ നടപ്പാക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. ആ വിധി വരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ പ്രതികരിച്ച രാഷ്ട്രീയ പാർട്ടികൾ വിധി വന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ സുവർണാവസരത്തിന് വേണ്ടി അവരുടെ മുൻ നിലപാട് തിരുത്തി രംഗത്ത് വരികയും അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു. വിധി വരുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? വിധി വന്നതിന് ശേഷം കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? വിധി വരുന്നതിന് മുമ്പ് BJPയുടെ നിലപാട് എന്തായിരുന്നു? ആരൊക്കെയാണ് ഈ വിധിക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചത്? സുപ്രീം കോടതിയെ സമീപിച്ച് മുന്നോട്ട് പോകുമ്പോഴും അതിൽ പരസ്യമായി പ്രതികരണം നടത്തിയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നേതാക്കന്മാർ ആരൊക്കെയാണ്? ഫേസ്ബുക്കിൽ കുറിപ്പിട്ട നേതാക്കന്മാർ ആരൊക്കെയാണ്? പിന്നീട് സുവർണാവസരം വന്നപ്പോൾ ആ സുവർണാവസരം മുതലാക്കണമെന്ന് പറഞ്ഞ് പൊതുസമ്മേളനത്തിലടക്കം പ്രസംഗിച്ച നേതാക്കന്മാർ ആരൊക്കെയാണ്? ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അന്ന് BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരുന്നു എന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. BJP കേന്ദ്രത്തിൽ തുടരുന്നു എന്നതുകൊണ്ട് ഒറ്റ മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം. BJP മനുഷ്യരിലേക്ക് പടരുകയാണ് എന്ന് പറഞ്ഞത് മാത്രമല്ല, ആചാരങ്ങളെ അവഗണിക്കാൻ അല്ലെങ്കിൽ ആചാരങ്ങളെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ച ആർജവം കാണിച്ച ആളുകളായിരുന്നു അയ്യങ്കാളിയും നാരായണ ഗുരുവും ഒക്കെ എന്ന് നവോത്ഥാന സംഗമം നടത്തി മുക്കിന് മൈക്ക് വെച്ച് പ്രസംഗിച്ചത് ആരാണ് ഇത് കേരളത്തെ ഉദ്ബോധിപ്പിച്ചത്? നമ്മളൊരു 5 വർഷം പിറകോട്ട് പോയാൽ മതി, 5 വർഷം പോലും പിറകോട്ട് പോകണ്ട. ഇതിനൊക്കെ എവിടെ നിന്നാണ് പെട്ടെന്നൊരു ടേണിംഗ് പോയിന്റ് വരുന്നത്? പെട്ടെന്ന് ഒരു യൂട്ടേൺ എടുക്കുകയാണ് അരുൺകുമാർ. ഒരു യൂട്ടേണും അല്ല, അത് നിങ്ങൾക്ക് തോന്നലാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് BJP കേരളത്തിലെ ജനങ്ങൾക്കും രാജ്യത്തെ വിശ്വാസികൾക്കും കൊടുത്തൊരു വാക്കുണ്ട്. കേന്ദ്രത്തിൽ തുടരുന്നത് നരേന്ദ്രമോദി സർക്കാരാണെങ്കിൽ ഈ ആചാരങ്ങളെ സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തി സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ നേരിടും. സുപ്രീം കോടതി വിധിയെ നേരിടാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, പാർലമെന്റിൽ നിയമനിർമ്മാണം.
ആ നിയമനിർമ്മാണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. എവിടെയാ നിയമനിർമ്മാണം? അവിടെ നിൽക്കട്ടെ. ഇവിടെ ഏതെങ്കിലും തരത്തിൽ CPM മുന്നോട്ട് വെച്ച, ഇടതുപക്ഷം മുന്നോട്ട് വെച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഇവിടെ പരമോന്നത നീതിപീഠത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൽ നിലനിൽക്കുന്ന ഒരു കേസ്, ആ കേസിന്റെ വിധി വരുന്നത് വരെ പ്രത്യേകിച്ച് റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ച് ഒരു വലിയ ബെഞ്ചിന് റഫർ ചെയ്ത സാഹചര്യത്തിൽ അവിടെ നിൽക്കട്ടെ, ഇനി വിധി വരട്ടെ എന്നെടുക്കുന്ന തീരുമാനം ശരിക്കും നീതിപീഠത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ്. മറിച്ച് എന്താ, ഏതെങ്കിലും തരത്തിൽ ആരാധനാ സ്വാതന്ത്ര്യത്തെയും ആചാരങ്ങളെയും ലംഘിക്കുന്ന തരത്തിൽ ഉള്ള നിലപാട് സ്വീകരിക്കുകയല്ല ചെയ്തത്. ഈ കഴിഞ്ഞ 9.5 വർഷമായി ഇവിടുത്തെ ദേവസ്വം ബോർഡുകൾക്ക്, ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 145.40 കോടി രൂപയാണ് മാറ്റിവെച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് 26 കോടി, കോടി. ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല. മൊത്തം 638. അതൊരു ആനക്കാര്യമല്ല. ദേവസ്വം വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടല്ലോ. അപ്പോ ദേവസ്വം ബോർഡുകൾക്ക് വിഹിതം നീക്കിവെക്കൽ എന്ന് പറയുന്നത് നിങ്ങൾ എന്തോ ചരിത്രത്തിൽ ആദ്യമായി നടപ്പാക്കിയ ഒരു കാര്യമാണ് എന്നുള്ള മട്ടിൽ ചർച്ച നടത്തല്ലേ? അത് സ്വാഭാവിക നടപടിക്രമമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കൺക്ലൂഡ് ചെയ്യൂ. ഒറ്റ മിനിറ്റ്. അല്ല, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും. അതായത് ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കം നടത്തി അവിടെ റെയിൽവേ സംവിധാനവും വിമാനത്താവളവും അടക്കം കൊണ്ടുവന്ന് മുൻപ് ഈ 40 വർഷത്തോളം കേരളം ഭരിച്ച UDF ഗവൺമെന്റ് സ്വപ്നത്തിൽ പോലും കാണാത്ത നിരവധി സാഹചര്യങ്ങൾ അവിടെ യാഥാർത്ഥ്യമാക്കി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ആരാധനയെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രഖ്യാപിത നിലപാടുകൾ കൃത്യമായി നടപ്പാക്കി തന്നെയാണ് പോകുന്നത്. ഇപ്പോ പലതരത്തിലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം എല്ലാ മേഖലയിൽ നിന്ന് വരുമ്പോൾ ആരോപണങ്ങളും നുണപ്രചരണങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നവരൊക്കെ അവർക്ക് തിരുത്തേണ്ടി വരും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, ഷാനിലക്കര, ചരിത്രപരമായി നോക്കിയാൽ എല്ലാ കാലത്തും എന്ന് പറയാവുന്ന വിധത്തിൽ UDF-നൊപ്പം നിന്നിട്ടുണ്ട് NSS. ഞങ്ങൾ സമദൂര നിലപാടിലാണ്, ശരിദൂര നിലപാടിലാണ് എന്നൊക്കെ ആലങ്കാരികമായി പറയുമെങ്കിലും ഇടതുപക്ഷ വിരുദ്ധ നിലപാട് തന്നെയായിരുന്നു NSS കാലാകാലങ്ങളായി സ്വീകരിച്ചിരുന്നത്. അത് വളരെ തീവ്രമായി സ്വീകരിച്ച ഘട്ടങ്ങളുണ്ട്, എന്നാൽ ലഘുവായി മാത്രം സ്വീകരിച്ചിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. പക്ഷെ ഇപ്പോ പ്രകടമായി സർക്കാരിന് അനുകൂലമായി NSS ജനറൽ സെക്രട്ടറി സംസാരിക്കുന്നു. അതേ നിലപാട് SNDP ജനറൽ സെക്രട്ടറി ആവർത്തിക്കുന്നു. കോൺഗ്രസിന് ഈ വിശ്വാസ സംരക്ഷണ കാര്യത്തിൽ ആത്മാർത്ഥതയില്ല എന്ന് തുടർച്ചയായ 2ാമത്തെ ദിവസമാണ് G. സുകുമാരൻ നായർ പറയുന്നത്. നിങ്ങൾ വിഷമവൃത്തത്തിലായോ? ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു വിഷമവൃത്തവുമില്ല. ഞങ്ങൾ മതേതര സ്വഭാവമുള്ള പാർട്ടിയാണ്. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ പാർട്ടിയാണ്. ഈ രാജ്യത്തെ മുഴുവൻ മതേതര വിശ്വാസികളെയും അതുപോലെ തന്നെ വിശ്വാസമില്ലാത്ത ആളുകളെയും ഒക്കെ കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് കൊണ്ടുവേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. അപ്പം ഞങ്ങളുടെ നിലപാടുകളൊക്കെ എല്ലാ കാലത്തും എന്നും ഒരേ നിലപാടുകൾ തന്നെയാണ്. ഇപ്പോൾ അരുൺകുമാർ എൻ്റെ സംസാരം കേട്ടപ്പോൾ ഞാനൊരു സീരിയസ് ചർച്ചയ്ക്കാണ് വന്നത്. പക്ഷെ അങ്ങനെ ഒരു സീരിയസ് ആയി എനിക്ക് ഈ വിഷയം തോന്നുന്നില്ല. കാരണം ഇനി അരുൺകുമാർ എന്നെ സഖാവെന്നോ എന്നെ ലാൽ സലാമെന്നോ അല്ല വിളിക്കാൻ പോകുന്നു. ഇനി ഇവർ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇവരുടെ അഭിസംബോധനയ്ക്ക് വലിയ മാറ്റം വരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ജയ് സ്വാമി അയ്യപ്പ, അതുപോലെ തന്നെ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും സംസാരം അവസാനിപ്പിക്കുകയും പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സഖാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന സഖാക്കളെ നമുക്കൊരു പക്ഷേ കാണാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ചില മതചിഹ്നമുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെയാണ് കാണാൻ കഴിയുക. സ്വാഭാവികമായും ഇവരുടെ രാഷ്ട്രീയം മാറി, ഇടതുപക്ഷ സ്വഭാവത്തിൽ നിന്ന് ഇവർ പൂർണ്ണമായി മാറി തീവ്ര വലതുപക്ഷ നിലപാടിലേക്ക് പോയ ഒരു പാർട്ടിയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി എന്നാണ് യാഥാർത്ഥ്യം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ പറയുന്നില്ല, കേരളത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന പാർട്ടി തീവ്ര വലതുപക്ഷ നിലപാടിലേക്ക് പോയ പാർട്ടിയായി മാറി എന്നുള്ളതാണ്. ആ വിമർശനം ഉന്നയിക്കുമ്പോൾ ഒരു പ്രശ്നം അനിലക്കര, NSS-നെയും SNDP യോഗത്തെയും ഒക്കെ ഈ പറഞ്ഞ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് അങ്ങനെ സാധിക്കുമോ? NSS-ഉമായും SNDP-യുമായിട്ടൊക്കെ ബന്ധം പുലർത്തിയിരുന്നു എന്ന് മാത്രമല്ല, രണ്ട് കൂട്ടരുടെയും രാഷ്ട്രീയ പാർട്ടികൾക്ക് നിങ്ങൾ രാഷ്ട്രീയ അഭയം നൽകിയിട്ടുണ്ട്, മുന്നണിയിൽ ഉണ്ടായിട്ടുണ്ട്, മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഈ സംഘടനകളുടെയൊക്കെ തലപ്പത്തിരുന്ന ആളുകളുമായി അടുത്ത ബന്ധമോ അല്ലെങ്കിൽ സഖ്യമോ ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പാണോ? അല്ല, ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ SNDP-യെയും NSS-നെയും തീവ്ര നിലപാടുള്ള മതേതര മതസംഘടനകൾ ഞാൻ സൂചിപ്പിച്ചിട്ടില്ല. ഞാൻ CPM-ന്റെ സംവിധാനത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അത് ഇന്ന് SNDP മുഴുവൻ CPM-ന്റെ കൂടെയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. NSS പൂർണ്ണമായും അവരുടെ നിലപാട് CPM-ന്റെ കൂടെയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ പ്രത്യേക നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ ശബരിമല നടന്ന സംഗമത്തിൽ ശബരിമല വിഷയം ഞങ്ങൾ ബഹിഷ്കരിച്ച ആളുകളാണോ? ഞങ്ങൾ ബഹിഷ്കരിച്ച ആളുകളല്ല.
ഞങ്ങൾ അതിനെ ഒരു ഘട്ടത്തിലും എതിർത്തിട്ടില്ല. ഞങ്ങളുടെ നിലപാടാണ് പറഞ്ഞത്. ആ വിഷയത്തിൽ സർക്കാർ മുൻ സ്വീകരിച്ച നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. NSS അവിടെ പോകുന്നത് ഞങ്ങൾ എതിർത്തോ? SNDP ഞങ്ങൾ അവിടെ പോകുന്നതിന് എതിർത്തോ? ആ രീതിയിൽ അഭിലാഷ് എന്നെ വ്യാഖ്യാനിക്കരുത്. ഞാൻ പറഞ്ഞു വന്നതല്ല. ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ കാലങ്ങളിൽ CPM എടുത്ത നിലപാടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ നിലപാട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരി, ഓക്കെ. ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഓർമ്മയുണ്ടാവുമല്ലോ. അന്ന് രാവിലെ തന്നെ പോൾ അജണ്ട സെറ്റ് ചെയ്യുന്ന വിധത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അന്നത്തെ സർക്കാരിനെതിരെ, ഒന്നാം പിണറായി സർക്കാരിനെതിരെ നിലപാട് പ്രഖ്യാപിച്ച ആളാണ് G. സുകുമാരൻ നായർ. ഓർക്കണം, തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ അന്ന് അത്രമേൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്തും നിശ്ചിതമായി LDF-നെ വിമർശിച്ചിട്ടുണ്ട് NSS. SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള BDJS 2016 മുതൽ BJP-യുടെ സഖ്യകക്ഷിയാണ്. 2016-ൽ BJP-യുടെ അല്ലെങ്കിൽ NDA-യുടെ താരപ്രചാരകനായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ ഹെലികോപ്റ്ററിൽ പറന്ന് NDA-ക്ക് വേണ്ടി, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാറ്റം വരികയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോക്കൂ, ഇടതുപക്ഷ വിരുദ്ധ നിലപാട് വളരെ നിശ്ചിതമായി സ്വീകരിച്ചുകൊണ്ടിരുന്ന രണ്ട് പ്രമുഖ സമുദായങ്ങളുടെ നേതാക്കൾ ഇന്ന് സർക്കാരിനെ അനുകൂലിക്കുകയും സർക്കാരിന് അനുകൂലമായി വർത്തമാനം പറയുകയും ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലുള്ള ദുസ്വപ്നമാണ് BJP-ക്കും NDA-ക്കും ഒക്കെ നൽകുന്നത്? അഭിലാഷിൻ്റെ ആശങ്ക എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. അഭിലാഷെ, ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം NSS-ഉം SNDP-യും രാഷ്ട്രീയ പാർട്ടികളല്ല. അവരാരെയും ജയിപ്പിക്കാറോ തോൽപ്പിക്കാറോ ഉള്ള പ്രസ്താവനകൾ നടത്താറോ അതിനുവേണ്ടി പ്രവർത്തിക്കാറോ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. പകരം അവർ രണ്ട് സാമുദായിക സംഘടനാ നേതാക്കന്മാരാണ്. അവർക്ക് അവരുടേതായ നിലപാടുകളും ഓരോ വിഷയത്തിലും ഉണ്ടായിട്ടുണ്ട്. അത്തരം വിഷയാധിഷ്ഠിതമായി അവരോട് സഹകരിച്ചിട്ടുണ്ട്, വിയോജിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ശബരിമല ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് NSS-ന്റെ നിലപാടുകളോട് കൃത്യമായ BJP-യുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ് NSS വെച്ച് പുലർത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും BJP-യെ സംബന്ധിച്ചിടത്തോളം അല്ല. അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ കയറ്റണമെന്ന കാര്യത്തിൽ പരിവാർ സംഘടനകളുടെ അയ്യപ്പ സംഗമം പന്തളത്തുണ്ടായിരുന്നല്ലോ. ഈ നാമജപ പ്രക്ഷോഭം തുടങ്ങിയതും ശബരിമല പ്രക്ഷോഭത്തിന് മുഖമായി നിന്നതും NSS ആയിരുന്നല്ലോ. NSS പോയോ? NSS വന്നോ? അഭിലാഷിലുള്ള ഒരു അഭ്യർത്ഥന, മറ്റു രണ്ടുപേരും പറഞ്ഞപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ല. പൊതുവിൽ BJP-ക്കാരും എന്തെങ്കിലും നിങ്ങളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം. ആദ്യഘട്ടത്തിലെങ്കിലും മര്യാദയ്ക്ക് ഇടപെടാറില്ല. അല്ല, ഞാൻ അത് പറയുന്നേ, ഞാൻ അതും പറയും. നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തല്ലാതെ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഇഷ്ടംമാതിരി സമയമില്ലേ, നിങ്ങൾ ആ സമയത്ത് ചോദിച്ചാൽ ഞാൻ അന്നേരം അതും പറയും. നിങ്ങൾ ചോദിച്ചാലും ഉത്തരം പറഞ്ഞോട്ടെ. അപ്പൊ ഇവരുമായിട്ടുള്ള ഒരു നിലപാടിനും നമ്മൾ പോയിട്ടില്ല. നോക്കൂ, NSS-ന്റെ ഈ നിലപാട് മാറിയിട്ടുണ്ടോ? NSS അഫിഡവിറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ NSS നിലപാട് മാറ്റിയിട്ടുണ്ടോ? ശബരിമലയിൽ ഇപ്പോഴുള്ള നിലപാടിൽ NSS നിലപാട് മാറ്റിയിട്ടുണ്ടോ? പകരം NSS-ന്റെ നിലപാടിനോട് CPM അടുത്തു വന്നാൽ അതൊരു നല്ല കാര്യമായിട്ട് നമ്മൾ കാണണ്ടേ അഭിലാഷേ? രണ്ടാമത്തെ കാര്യം, ഇന്ന് നിങ്ങൾ ആഘോഷിക്കുന്നത് എന്താ? ഒരു ആർഭാട സംഗമം നടന്നു, ചീറ്റി പൊട്ടി പാളീസായി പോയില്ലേ അഭിലാഷേ? നോക്കൂ, ഇന്നലെ ഏതോ ഒരു വലിയ നേതാവ് വന്ന് പറഞ്ഞു അത് AI ഉണ്ടാക്കിയതാണ് എന്ന്. ഇന്ന് ശബരിമല പരിപാടി നടത്തിയ ദേവസ്വം പ്രസിഡന്റ് വന്ന് പറയുന്നു 3000 കസേരയായിരുന്നു ഇട്ടത്. നേതാവ് പറഞ്ഞത്, അരുൺകുമാറിന്റെ നേതാവ് പറഞ്ഞത് 4600 ആൾ വന്നു എന്നാണ്. ഇന്ന് ദേവസ്വം പ്രസിഡന്റ് പറയുന്നു 3000 കസേര ഇട്ടു, ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടാക്കാൻ വന്നു, അതുകൊണ്ട് ഞങ്ങളത് പൊളിഞ്ഞുപോയി. ഇന്നിപ്പോൾ വേറൊരു വാർത്ത വന്നിരിക്കുന്നു, പമ്പ മാലിന്യ പ്ലാന്റിൽ 1/2 കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ നശിച്ചിരിക്കുന്നു. ഇനി അഭിലാഷ് ചോദിച്ച ഇപ്പോഴത്തെ ഇടപെട്ട് ചോദിച്ച ചോദ്യം, അഭിലാഷേ, BJP സാമുദായിക സംഘടനാ നേതാക്കന്മാരുടെ അഭിപ്രായത്തിനനുസരിച്ച് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങൾ ആ അർത്ഥത്തിൽ പരിവാർ സംഘടനകൾ ഒരു സംഗമം സംഘടിപ്പിച്ചു. എന്തായിരുന്നു അഭിലാഷ? നിങ്ങളുടെ മാധ്യമപ്രവർത്തകന്മാരുണ്ടായിരുന്നല്ലോ. ഈ സാമുദായിക സംഘടനാ നേതാക്കന്മാർക്ക് വിയോജിക്കാനും സഹകരിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ നിലപാടുകളൊന്നായിരുന്നു. കേരളത്തിലെ മാധ്യമപ്രവർത്തകന്മാർ ഞെട്ടിയോ? അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഞെട്ടിയോ അത് കേട്ടപ്പോൾ? രണ്ടും താരതമ്യം ചെയ്തുവോ? അപ്പോൾ ഒന്ന് പൊളിഞ്ഞപ്പോൾ മറ്റത് വെറും 15 ലക്ഷം രൂപയിൽ താഴെ ചെലവഴിച്ചത് 7.5 കോടി ചെലവഴിച്ചതിനേക്കാൾ വലിയ വിജയമായിരുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന കാര്യം നമുക്ക് തർക്കമൊന്നുമില്ലല്ലോ. പിന്നെ അരുൺകുമാർ എന്തൊക്കെയോ പറഞ്ഞു, ഏതോ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടോ. അരുൺകുമാറെ, നിങ്ങൾ മാവേലി സ്റ്റോറിലൊന്ന് പോയാൽ ഈ അഭിപ്രായം പറയില്ല. ഒരു സർക്കാർ ആശുപത്രിയിൽ പനി വന്നു പോയാൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പറയില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ചെന്നാൽ നിങ്ങളുടെ അഭിപ്രായം പറയില്ല. പെൻഷൻ ആനുകൂല്യം കിട്ടാതെ മരണപ്പെട്ട പെൻഷൻകാരുടെ ആരുടെയെങ്കിലും വീട്ടിൽ അരുൺകുമാർ പോയാൽ ഈ അഭിപ്രായം പറയില്ല. വക്കീൽ ഫീസും കിട്ടി സുഭിക്ഷമായി ജീവിക്കുന്ന ആളുകൾക്കൊന്നും ഈ പ്രയാസം മനസ്സിലാവില്ല.
ക്ഷേമ പെൻഷൻ കിട്ടാത്ത ഒരു സഹോദരിയുടെ വീട്ടിൽ ചെന്നാൽ നിങ്ങളിത് പറയില്ല. കർഷകര് നെല്ല് കൊടുത്ത വിലയ്ക്ക് അളക്കാൻ കിട്ടാത്തവന്റെ അഭിപ്രായം കേട്ടാൽ നിങ്ങൾ ഈ സർക്കാർ കൊള്ളാമോ, അതുകൊണ്ട് സർക്കാരാണോ തുടങ്ങിയ ചർച്ച നമുക്ക് ഭാവിയിലും നടത്താം. അതിന് ധാരാളം സമയമുണ്ടല്ലോ. ശ്രീ ജയേന്ദ്രമാഷെ, ഇന്ന് ഓൺ റെക്കോർഡ് ജി സുകുമാരൻ നായർ പറഞ്ഞത് ഞാൻ അങ്ങയോട് പറഞ്ഞുതരാം. വിശ്വാസ സംരക്ഷണ നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിലെ BJP സർക്കാർ അങ്ങനെ കൊണ്ടുവന്നില്ല. അത് അയ്യപ്പ വിശ്വാസികളോട് ചെയ്ത വഞ്ചനയാണ്. കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഒരാത്മാർത്ഥതയുമില്ല. BJPയും കോൺഗ്രസും ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. കോൺഗ്രസ് കള്ളക്കളി കളിക്കുകയാണ് ചെയ്തത്. വ്യക്തമായ നിലപാട് അവർക്കില്ല. ജി സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ്. അതിനോട് പ്രതികരണമുണ്ടോ താങ്കൾക്ക്? അഭിലാഷേ അങ്ങനെ വിശ്വാസമില്ലായിരുന്നെങ്കിൽ 12 എത്ര ആൾ വരുമായിരുന്നോ? രാഷ്ട്രീയമായി അല്ല ജയേന്ദ്രമാഷേ, നിങ്ങളുടെ പരിവാർ സംഘടനകൾ വിചാരിച്ചാൽ അതിൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ആളുകളെ അറേഞ്ച് ചെയ്യുന്നതാണോ വലിയ കാര്യം? ഞാൻ നിലപാട് പറയാം അഭിലാഷേ, ഞാനൊന്ന് നിലപാടുകൂടി പറഞ്ഞോട്ടെ. ഞാൻ താരതമ്യം ചെയ്ത് മാത്രമല്ലേ. ഇനി BJPയുടെ കോടതി ഇടപാടും നിയമനിർമ്മാണവുമായുള്ള നിലപാട് ഞാൻ അഭിലാഷോട് കൃത്യമായിട്ട് പറയാം. BJP നിയമനിർമ്മാണത്തെ അവസാനത്തെ പടിയായിട്ടാണ്. നോക്കൂ, അയോധ്യ സംഭവം ഉണ്ടായി. അയോധ്യ സംഭവം 14 കൊല്ലത്തോളമായി, 11 കൊല്ലത്തോളം ഇന്ത്യ ഭരിച്ചു BJP അയോധ്യ സംഭവം പരിഹരിച്ചത് നിയമനിർമ്മാണത്തിലൂടെയാണോ അഭിലാഷേ? ഒരു നിയമം നിർമ്മിച്ചിട്ടാണ്. നിങ്ങളൊക്കെ ഒരുപാട് ബഹളം ഉണ്ടാക്കി നോക്കി. പല തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP നിയമം ഉണ്ടാക്കി. BJPയുടെ നിലപാട് അതല്ല അഭിലാഷേ. അയോധ്യ വിഷയത്തിൽ BJPയുടെ നിലപാട് എന്താ? അത് കോടതിയുടെ പരിഗണന വിഷയമാണ്. കോടതിയുടെ പരിഹാരം ഉണ്ടാക്കും. ഇന്ന് ഞങ്ങൾ പറയുന്നു അഭിലാഷ്, ശബരിമല വിഷയം ഇടതുപക്ഷ ഗവൺമെന്റിന് പോലും പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ട് നിലപാട് മാറ്റേണ്ടി വന്നില്ലേ? അവരൊരു ഉറപ്പ് നായർക്ക് കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. എന്താ അവര് അഫിഡവിറ്റ് തിരുത്താം കൊടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല. സ്ത്രീ പ്രവേശനത്തിനെതിരായി ഞങ്ങൾ അനുകൂലമായി ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് അരുൺകുമാർ പറയട്ടെ. നിലപാട് മാറിയാൽ NSSന്റെ നിലപാടിനോട് CPM വന്നാൽ NSSന്റെ സ്വാഗതം ചെയ്യുന്നത് സ്വാഭാവികമല്ലേ? മറിച്ച് BJP ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാടാണ്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ ചില അഭിപ്രായങ്ങളുണ്ട്, തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്നലെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രമേയം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. അത് നിയമപരമായി ഫെഡറൽ സംവിധാനത്തിൽ എന്തുമാത്രം ഇടപെടാൻ സാധിക്കും? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആരാധനാലയങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ കേരളത്തിൻ്റെ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ കാര്യത്തിൽ ഏത് തരത്തിൽ ഇടപെടാൻ സാധിക്കും? കൃത്യമായിട്ട് ഇടപെടലുകൾ തള്ളിക്കളയുന്നില്ല അഭിലാഷേ. അത്തരം കാര്യത്തിൽ കൃത്യമായിട്ട് BJP ഉണ്ടാകും. ആ കാര്യം അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വിശ്വാസമുണ്ട്. ഇനി മാതൃഭൂമിക്കും ചാനലുകൾക്കും വിശ്വാസമുണ്ടോ എന്ന് നോക്കേണ്ട കാര്യവും BJPക്ക് ഇല്ല. ശരി, ഓക്കെ. ശ്രീ അരുൺകുമാർ, ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം വിവിധ സമുദായ സംഘടനയുടെ നേതാക്കൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിനേക്കാൾ അവരുടെ സമുദായങ്ങളിൽ പെട്ട ആളുകൾ അതേ നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ ഒക്കെ പറഞ്ഞത് കേട്ടാണോ അവരുടെ സമുദായങ്ങളിലുള്ള ആളുകൾ വോട്ട് ചെയ്യുക? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ NSSന് വളരെ തുറന്ന LDF വിരുദ്ധ നിലപാടുണ്ടായിരുന്നു 2021. അതുകൊണ്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി തോറ്റോ? NSS എതിർത്തത് കൊണ്ട് 2021 ആരെങ്കിലും തോറ്റോ? SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ കക്ഷിയുണ്ടല്ലോ BDJS. അപ്പോൾ സ്വാഭാവികമായും അവർക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. സാമുദായിക നേതാക്കൾ അവരുടെ നിലപാടോ അഭിപ്രായമോ പറയും എന്നുള്ളതിനപ്പുറത്ത് ഈ സംഘടനയുടെ ഭാരവാഹിത്വത്തിലൊക്കെ ഉള്ള കുറച്ച് ആളുകൾ അത് ഫോളോ ചെയ്തേക്കും എന്നുള്ളതിനപ്പുറത്ത് ആ സമുദായങ്ങളിൽപ്പെടുന്ന ജനസാമാന്യം ഇതിനൊക്കെ ചെവി കൊടുക്കാറുണ്ടോ? ജനങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ വീക്ഷണങ്ങൾ രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയും അല്ലേ ചെയ്യുക. അതല്ലാതെ ഏതെങ്കിലും സമുദായ നേതാവിന്റെ തിട്ടൂരത്തിലാണോ കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ? അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ CPM? അഭിലാഷേ, ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു തെറ്റിദ്ധാരണയില്ല. ഞങ്ങൾ പറഞ്ഞോ ഇത്തരം സമുദായ സംഘടനയുടെ നേതാക്കന്മാർ വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടി ആഹ്വാനം ചെയ്തു എന്നോ ഇന്നെ വോട്ട് കിട്ടുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രികയിൽ പറഞ്ഞ ബാക്കി ബാലൻസ് ഉള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കണം. 6-7 മാസമേ ഉള്ളൂ. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ആ പ്രതിസന്ധി ജനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞു മാവേലി സ്റ്റോർ, സപ്ലൈകോ, പെൻഷൻ, ആശുപത്രി. എന്ത് ധാർമ്മികതയുടെ പേരിലാണ് അവർ ഇത് പറയുന്നത്? ഈ ഓണം കഴിഞ്ഞു 21,000 കോടി രൂപ ഈ ജനങ്ങൾക്ക് കൊടുത്തിട്ട് സപ്ലൈകോ ഒക്കെ നിറഞ്ഞു കവിഞ്ഞു എന്ന് പറവൂരിൽ അത് പ്രസംഗിച്ചത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനാ. ആ വീഡിയോ ഞാൻ ഇട്ടുതരാം. അതായത് സപ്ലൈകോ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു, ഇത്രയും നല്ലൊരു കാലം കേരളത്തിന് വന്നിട്ടില്ല എന്ന് പ്രസംഗിച്ചിട്ട് നിയമസഭയിൽ പോയി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം മാപ്പ് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. പെൻഷൻ ഒരൊറ്റ മാസം പോലും കുടിശ്ശികയില്ല മിസ്റ്റർ.
ഈ 25-ാം തീയതി ഇന്ന് മുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നു. അതായത് കേന്ദ്രം നയാ പൈസ അതിന് തരാതെ പെൻഷൻ കമ്പനികൾ തകർക്കാൻ ശ്രമിച്ചപ്പോഴും ആ കുടിശ്ശിക കേരളം സ്വയം വിതരണം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ? അതുപോലെ ആശുപത്രി അമേരിക്കയെ പിന്നിലാക്കി കുട്ടികളുടെ മരണനിരക്കിലടക്കം ഈ കേരളം കുതിച്ചു മുന്നേറി. അതായത് ഞങ്ങളെ എതിർത്തുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളും ഞങ്ങളെ അനുകൂലിച്ചു വരുന്ന ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടത്. ഞങ്ങളെ നിശിതമായി എതിർത്തിട്ടുണ്ട്, ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഞങ്ങളെ ശാസിച്ചിട്ടുണ്ട്. അവരെല്ലാം CPM ആണ് ശരി, ഇടതുപക്ഷമാണ് ശരി, പിണറായിയാണ് ശരി എന്ന് പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ അഭിലാഷെ ഒന്ന് ശ്രദ്ധിക്കുക, സൃഷ്ടിക്കാൻ പോകുകയാണ്. സുകുമാരൻ നായരോ വെള്ളാപ്പള്ളി നടേശനോ വെള്ളാപ്പള്ളി നടേശനോ അങ്ങനെ പിണറായി വിജയന് മാർക്കിടുന്നത് നവജാത ശിശു മരണ നിരക്ക് 5-ൽ താഴെ ആയതുകൊണ്ടല്ലോ, സപ്ലൈകോയിൽ സാധനം വന്നതുകൊണ്ടല്ലോ, അതല്ല ഏതെങ്കിലും തരത്തിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടോ പെൻഷൻ കൊടുത്തതുകൊണ്ടോ അല്ലല്ലോ. ആണോ? ആ കാര്യം പറഞ്ഞിട്ടാണോ മാർക്കിടുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളെ എതിർത്തുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളും ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞു വരുന്നു. അത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ സമുദായ സംഘടനകൾ പറഞ്ഞു എന്നതിനെ വെച്ച് ഞങ്ങൾ വിലയിരുത്തുന്നില്ല. അതൊക്കെ വിലയിരുത്തി അതുമാത്രം ചോദ്യമായി ചോദിക്കുന്നത് നിങ്ങളാണ്. ഇത്ര നല്ല കാര്യങ്ങൾ വന്നാലും അതിനെ എതിർക്കുന്ന BJPയും കോൺഗ്രസുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ നവംബർ മാസം 1-ന് എത്ര ദിവസമുണ്ട്? ഒറ്റ മിനിറ്റ്. ഒരൊറ്റയാൾ പട്ടിണിയില്ലാത്ത നാടായി ലോകത്തൊരു സംസ്ഥാനം മാറുന്നെങ്കിൽ അത് കേരളമാ. താങ്കൾക്കറിയോ? ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന എറണാകുളത്തുനിന്ന് ഇവിടെ ചേരിയിൽ കിടക്കുന്ന 450 പേർക്ക് 50 ചുംബരികളായ പുതിയ ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്ത് കൈമാറുക അടുത്ത ആഴ്ച. അതായത് ചേരി പ്രദേശങ്ങളില്ലാത്ത നാട്, വർഗീയ കലാപങ്ങളില്ലാത്ത നാട്, അതുപോലെ ഒരു തരത്തിലും സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യമില്ലാത്ത നാട്, മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്ന സാഹചര്യം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന്റെ ഹബ്ബായി കേരളം മാറുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ തവണ വിദേശ വിദ്യാർത്ഥികൾ 1620 കുട്ടികളായി 81 രാജ്യങ്ങളിൽ നിന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അതായത് ഞങ്ങളെ എതിർക്കാൻ വേണ്ടി ഏതൊക്കെ പോയിന്റാണോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ആ ഒറ്റ പോയിന്റും ഇല്ലാത്ത തരത്തിൽ ഞങ്ങളെ എതിർത്തുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളും CPM ആണ് ശരി എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കേരളം മാറിയാൽ ഏതെങ്കിലും സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാർ പറഞ്ഞത് മാത്രം നിങ്ങൾ എടുക്കേണ്ടതില്ല, മുഴുവൻ വിഭാഗങ്ങളെ കാണണം. അന്ന് പെൻഷന്റെ പേരിൽ പുറത്തിറങ്ങിയ സ്ത്രീകളുണ്ടല്ലോ, വല്യമ്മമാരുണ്ടല്ലോ, അവരോടൊക്കെ ഇപ്പൊ നിലപാട് ചോദിക്കുക. എല്ലാവരും പറയുകയാണ് ഇടതുപക്ഷമാണ് ശരി. എല്ലാവരും ഇടതുപക്ഷം ശരി എന്ന് പറയുന്നു. ഇടതുപക്ഷത്തിന്റെ അവകാശവാദം പറഞ്ഞതുപോലെ എന്ത് വിളിക്കണം, എന്ത് അഭിസംബോധന ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ശരി. ശ്രീ അനിൽ അക്കര, തെരഞ്ഞെടുപ്പ് വർഷം വരാൻ പോവാണ്. ഇനി 7 മാസം 8 മാസം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ് കേരളം. സ്വാഭാവികമായും കേരളം പോലെ ആന്റി ഇൻകംബൻസി വളരെ പ്രിവേലന്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് അവസാന വർഷങ്ങളിലൊക്കെ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാവുക എന്നുള്ളതാണ് സ്വാഭാവികത. പക്ഷെ ഇവിടെ ഈ സമുദായ നേതാക്കളും മറ്റുമൊക്കെ സർക്കാരിന് അനുകൂലമായി വർത്തമാനം പറയുമ്പോൾ ഒരു പ്രോ ഇൻകംബൻസി ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാവുന്നില്ലേ? അങ്ങനെ ഒരു 3ാം സർക്കാർ വരാൻ പോവുകയാണ് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുന്നതിൽ ഇക്കാര്യങ്ങളൊക്കെ ഘടകങ്ങളാവും എന്ന് ഭയക്കുന്നുണ്ടോ കോൺഗ്രസ്? CPMന്റെ പ്രതിനിധി ഭയങ്കര ആവേശത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. VD സതീശൻ, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. VD സതീശൻ നിയമസഭയിൽ പ്രസംഗിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നിയമസഭയിൽ പോകാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പരിചയക്കുറവുണ്ടാവും. VD സതീശൻ നിയമസഭയിൽ പറഞ്ഞെന്താണ്? നിയമസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അൺപാർലമെൻ്ററി വേർഡായ പച്ചക്കള്ളം എന്നുള്ളത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അത് തിരുത്തണമെന്നാണ് പറഞ്ഞത്. ബഹുമാന്യായ സ്പീക്കർ അതിനെ പ്രശംസിച്ചതും അരുൺകുമാർ കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള പച്ചക്കള്ളങ്ങൾ ഇവിടെ ഇരുന്ന് പറയരുത്. പിന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം അറിയാലോ. ഈ 9-ാം തീയതി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ വാർഡുകളും അതിൻ്റെ സംവരണ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് സ്ഥാനാർത്ഥികളുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ CPMനെ സംബന്ധിച്ചോളം LDFനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വീട്ടിലേക്ക് കയറണമെങ്കിൽ പെൻഷൻ കൊടുക്കാതെ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് പൂർത്തിയാക്കുമെന്നുള്ളതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോവുകയില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഹർജികൾ കൊടുത്താരാണ്? പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് ചെയർമാനെ, അധ്യക്ഷനെ നമ്മൾ മറന്നു പോകരുത്. അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല. പക്ഷേ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായിട്ടുള്ള ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയത് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ MLA ആണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷെ ആ ഒരു പോരാട്ടമാണ് ഇന്ന് സുപ്രീം കോടതി പോലെ ഏറ്റവും പ്രസക്തമായ വിഷയത്തിലേക്ക് പോയത്. പിന്നെ രണ്ടാമത്തെ കാര്യം അഭിലാഷ് സൂചിപ്പിച്ച സമുദായ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പിന്തുണയാണോ ഈ തെരഞ്ഞെടുപ്പിൽ അളവുകോലാവുന്നത് എന്നാണ് സൂചിപ്പിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നില്ലേ?
അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പ് നമുക്കെടുക്കാം. ഇവിടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഈ പറയുന്ന സമുദായ നേതാക്കന്മാരുടെ പിന്തുണ ആർക്കായിരുന്നു? ആ പിന്തുണ LDF-നായിരുന്നോ UDF-നായിരുന്നോ? വളരെ കൃത്യമായും വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പറഞ്ഞല്ലോ, ആ UDF-നല്ല ഞങ്ങളുടെ പിന്തുണ എന്ന് പറഞ്ഞല്ലോ. അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി 10,000-കണക്കിന് വോട്ടുകൾക്ക് ജയിച്ചില്ലേ? അപ്പം നിലവിലുള്ള തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാൽ, ഉപതെരഞ്ഞെടുപ്പുകളുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാൽ, ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചാൽ അവിടെയൊക്കെ UDF-ആണ് ജയിച്ചത്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ വിലക്കുറവുണ്ടായി എന്ന് പറയുന്നു. ഒരു ദിവസം സുപ്രഭാതത്തിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയാൻ വെളിച്ചെണ്ണയ്ക്ക് നാളെ മുതൽ 349 രൂപയാണ് വില എന്നാണ് പറഞ്ഞത്. അഭിലാഷ് ഒരു കാര്യം മനസ്സിലാക്കണം, അഭിലാഷിന്റെ വീട്ടിൽ വെളിച്ചെണ്ണ വാങ്ങുന്നുണ്ട്. ഇന്ന് തൃശ്ശൂർ മാർക്കറ്റിൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 376 രൂപയാണ്. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 376 രൂപയാണ്. ഇവിടെ ഈ പറയുന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രി കൊടുത്തത് 1 ലിറ്റർ വെളിച്ചെണ്ണയാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണ 1000 മില്ലിഗ്രാമാണ്. 1 കിലോ വെളിച്ചെണ്ണ 1000 ഗ്രാമാണ്. അതിന്ന് 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ ഗ്രാം എന്ന് പറയുന്നത് 910 ഗ്രാമാണ്. എന്ന് വെച്ചാൽ 900 ഗ്രാമാണ്. അപ്പം 376 ഗ്രാമിൽ നിന്നും 376 രൂപ 1000 ഗ്രാമിൽ നിന്നും 100 ഗ്രാം കുറച്ചാൽ ഈ 349-നേക്കാൾ താഴെയാണ് അഭിലാഷ മാർക്കറ്റ് വില. അങ്ങനെ തൂക്കം കുറഞ്ഞ് പറ്റിച്ച ഒരു മുന്നണിയും സർക്കാരുമാണിത്. ഇത് ആളുകളെ പറ്റിക്കുകയാണ് വളരെ വ്യക്തമായി. ഇപ്പൊ ഈ ശബരിമലയുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ആളുകളെ പറ്റിക്കുകയാണ്. എന്തിനാണ് പാർട്ട്ണർ ആയ യോഗി ആദിത്യനാഥിനെ വീണ്ടും കൊണ്ടുവന്നത്? നമുക്ക് വിഴിഞ്ഞത്ത് അദാനിയെ പാർട്ട്ണർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പമ്പയിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദിയായ UP-യിലെ മുഖ്യമന്ത്രി, ആ UP-യിലെ മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ച് യോഗി ആദിത്യനാഥും LDF-ന്റെ പങ്കാളിയാണ് എന്ന് തെളിയിച്ച, തങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് തെളിയിച്ച ഒരു മുന്നണിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ കാര്യം ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഞങ്ങൾ തീവ്ര മതേതര നിലപാടുമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തീവ്ര മതേതര നിലപാടുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. നല്ലത് തന്നെ. അത് ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വേണം. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, നമ്മളിതിനെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അവലോകനം ചെയ്താൽ കേരളത്തിൽ ഇപ്പോൾ BJP കൂടുതൽ വോട്ട് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്ന പാർട്ടിയാണല്ലോ. നിങ്ങൾക്ക് കിട്ടേണ്ടത് പരമ്പരാഗതമായി LDF-ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളാണ് കൂടുതലും. ആ വോട്ടുകൾ അവർക്ക് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ, എന്ന് മാത്രമല്ല ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാവുന്ന വോട്ടുകൾ കൂടി അവർക്ക് സമാഹരിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചത് രാഷ്ട്രീയമായി നിലനിൽപ്പിന്റെ പ്രധാനപ്പെട്ട ഘടകമായി മാറും. നിങ്ങളെ സംബന്ധിച്ചത് നേരെ തിരിച്ച് നഷ്ടക്കച്ചവടവുമായി മാറുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞ തവണ 2021-ലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശബരിമലയിലെ വിശ്വാസ സംരക്ഷണ വിഷയം ഉന്നയിച്ചു. ഹിന്ദു ധർമ്മ ധ്വംസകനാണ് പിണറായി വിജയൻ ഒരു ഹിരണ്യകശിപ്പുവാണ് എന്ന് ഹിന്ദു ഐക്യവേദിയുടെയും ഒക്കെ ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ നിരന്ന തെരഞ്ഞെടുപ്പിലാണ് 100 സീറ്റ് 99 സീറ്റോടുകൂടി അവർ ജയിച്ചത്. നിങ്ങൾക്കൊരു സീറ്റ് പോലും കിട്ടാതിരുന്നത്. ഇപ്പോൾ ദാ അങ്ങനെ പോലും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക്, ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ എന്ത് പറയും? അഭിലാഷേ, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാരുടെ ഇംഗിതത്തിനൊത്തല്ല വളരുന്നത് എന്ന് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് തന്ന കടുത്ത ആഘാതത്തെ നിങ്ങൾ മറന്നു പോകരുത്. താങ്കൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർ തൃശ്ശൂരിൽ ഗവേഷണം നടത്തി പ്രഖ്യാപിച്ചതെന്തായിരുന്നു? കേരളത്തിലെ BJP-യുടെ വോട്ട് ഷെയറിനെ കുറിച്ച് നിങ്ങൾ പ്രവചിച്ചതെന്തായിരുന്നു? കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാരുടെ ഇംഗിതത്തിനനുസരിച്ചോ നിങ്ങളുടെ നിഗമനങ്ങൾക്കോ നിരീക്ഷണങ്ങൾക്കോ പിടിതരുന്നതല്ല കേരളത്തിലെ ജനസാമാന്യമെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വളർന്നത് ആരുടെയും പിന്തുണയോടെ അല്ല അഭിലാഷേ. ഭാരതീയ ജനതാ പാർട്ടി വളർന്നതും വികസിച്ചതും മുന്നോട്ട് പോയതും MP-മാരെ കണ്ടെത്തിയതും വിജയിച്ചതും ആറ്റിങ്ങലും വടകരയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ശക്തമായ വോട്ടുകൾ BJP-യിലേക്ക് വന്നത്, K. കരുണാകരൻ്റെ മകളും AK ആന്റണിയുടെ മകനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ BJP-ക്ക് അകത്തേക്ക് വന്നത് ഏതെങ്കിലും നേതാക്കന്മാരുടെ പിന്തുണ കൊണ്ടോ അവരുടെ ആശീർവാദത്തോടെയോ അവരുടെ അനുഗ്രഹത്താലോ അല്ല എന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർ മനസ്സിലാക്കണം. ഒരുപക്ഷെ അഭിലാഷിന്റെ ഇൻട്രോ കേട്ട് ഈ ഇന്നിപ്പോൾ സമനില അല്ലാണ്ട് വായുവിൽ നിൽക്കുന്ന അരുൺകുമാറിനെ പോലുള്ള ആളുകൾക്ക് സന്തോഷമുണ്ടാകും. സ്വപ്ന ലോകത്തെ ബാലഭാസ്കരനെ പോലെയാണ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു, കേരളത്തിലെ ആശുപത്രികളെ കുറിച്ച്. അമേരിക്കയോട് കിടപിടിക്കുന്ന ആശുപത്രി. അപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ ഇനി അമേരിക്കയിലേക്ക് പോകണ്ടല്ലോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രവുമല്ല, ഫ്ളാറ്റുകളെ കുറിച്ചും അദ്ദേഹം ഏതോ ഒരു വലിയ സ്വപ്നലോകത്താണ്. സർ, ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ഇതിനേക്കാൾ വലിയ ആവേശത്തോടെ ഇവിടുത്തെ സഖാക്കൾ കോഴിക്കോട്ട് ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. കോഴിക്കോട്ടെ ചാളയിൽ താമസിക്കുന്ന പാവം ആ ജനങ്ങളെ കുറിച്ച്. ഇന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ നേതാക്കന്മാർ ഒന്നാം ഫ്ലാറ്റിലേക്ക് പോകുമോ? ആ ഫ്ലാറ്റിലെ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും പറയുമോ?
അതുകൊണ്ട് ഈ തുള്ളലും തള്ളലും ഒക്കെ എത്ര ദിവസത്തെ ആയുസ് ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം അഭിലാഷ് ഒരു കാര്യം ഞാൻ അരക്കിട്ട് ഉറപ്പിച്ച് പറയാം. കേരളത്തിലെ രണ്ട് മുന്നണികളും ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് തീവ്ര മതേതര നിലപാട്, മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും PDPയെയും ഒക്കെ വെച്ച് ഒക്കത്തും കക്ഷത്തും വെച്ച് നിങ്ങൾ നടത്തുന്ന തീവ്ര മതേതരമുണ്ടല്ലോ, അതൊരു പക്ഷേ അനിലക്കരയ്ക്കും രമേശനും ചെന്നിത്തലയ്ക്കും ഒക്കെ വലിയ മതേതരത്വമായി തോന്നുന്നുണ്ടാവാം. പക്ഷെ ആ പാർട്ടിയിലെ ആളുകൾക്ക് അങ്ങനെ തോന്നുമായിരുന്നുവെങ്കിൽ തൃശ്ശൂരിൽ ഈ ഒരു പ്രതാപനും കെ മുരളീധരനും ഈ ഒരു ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആവേണ്ടിയിരുന്നോ നിങ്ങളുടെ ആവേശം എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അവകാശവാദത്തിനൊന്നുമില്ല. NSSനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നു, സാമുദായിക നേതാക്കന്മാർക്ക് അവരുടേതായ താല്പര്യങ്ങളും അവരുടെ അജണ്ടകളും ഉണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഈ അയ്യപ്പ വിഷയത്തിൽ മുന്നോട്ട് വെച്ച നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടിലേക്ക് ഇവരെത്തിയിരിക്കുന്നു. അവരുടെ പിന്തുണയ്ക്ക് വേണ്ടി പിണറായി നിലപാട് മാറ്റി അരുൺകുമാർ മിണ്ടിയിട്ടില്ലല്ലോ. അല്ല, അഫിഡവിറ്റ് നിങ്ങൾ മാറ്റി കൊടുക്കുമോ? സ്ത്രീ പ്രവേശനത്തിന് നിങ്ങൾ എതിരാണ് എന്ന അഫിഡവിറ്റ് നിങ്ങൾ മാറ്റിക്കൊടുക്കുമോ സുപ്രീം കോടതിയിൽ? നിങ്ങളുടെ വക്കീൽ അവിടെ പോയിട്ട് കേരളത്തിലെ പ്രതിനിധാനം ചെയ്യുന്ന നിങ്ങളുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റോർണി ജനറൽ ഹൈക്കോടതിയിൽ പോയിട്ട് അങ്ങനെ പറയുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇക്കാലം അത്രയും നിങ്ങൾ നടത്തിയ നവോത്ഥാന യാത്രകൾ, നവോത്ഥാന സമ്മേളനങ്ങൾ, പൊതുഖജനാവിലെ പണം ധൂർത്തടിച്ചത്, കേരളത്തിലെ ജനത തള്ളിക്കളഞ്ഞു നിങ്ങൾ തുറന്ന് സമ്മതിക്കുമോ? ആ നിലപാട് മാറ്റമുണ്ടെങ്കിൽ എന്നെ സ്വാഗതം ചെയ്യണ്ടേ, വെള്ളാപ്പള്ളി സ്വാഗതം ചെയ്യണ്ടേ? പക്ഷെ ഇവിടെ അതൊന്നും കേരളത്തിലെ ജനസാമാന്യം വിശ്വസിച്ചില്ല എന്നതിന് തെളിവാണ് പാളിപ്പോയ അയ്യപ്പ സംഗമവും വിജയിച്ചിരിക്കുന്ന വിശ്വാസ സംഗമവും. അതിലൂടെ കൃത്യമായിട്ട് ജനങ്ങൾ ആരുടെ പക്ഷത്താണ് എന്ന ബോധ്യം അഭിലാഷ ഞങ്ങൾക്കുണ്ട്. അത് വിജയത്തിലെത്തുമെന്ന കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളോട് ഞങ്ങൾ പറയുന്നു, കാത്തിരുന്ന് കാണേണ്ടതാണ് അത് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, വിജയത്തിലെത്തും എന്ന ആത്മവിശ്വാസം BJPയെ സംബന്ധിച്ചിട്ടുണ്ട്. ആത്മവിശ്വാസമാണല്ലോ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഇന്ധനം. നല്ലത് തന്നെ. പക്ഷേ അരുൺകുമാർ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളും ഘടകങ്ങളായി വന്നേക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉയരാൻ പോകുന്ന ഒരു വിമർശനം, ഒരു ഇടതുപക്ഷ നിലപാടുള്ള ജനാധിപത്യ സർക്കാർ വലതുപക്ഷത്തേക്കോ അതല്ലെങ്കിൽ മതപ്രീണനത്തിലേക്കോ നീങ്ങുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കേട്ട ആക്ഷേപം ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളതായിരുന്നു. അപ്പോൾ ന്യൂനപക്ഷ പ്രീണനം ഏൽക്കാതെ വരുമ്പോൾ ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് പോകുന്നു. അതിനുവേണ്ടി അയ്യപ്പ സംഗമം പോലെയുള്ള പരിപാടികൾ നടത്തുന്നു, സാമുദായിക നേതാക്കളെ പ്രകീർത്തിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനും മറ്റുമൊക്കെ വളരെ വർഗീയ സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടും അതിനെ കാര്യമായി എതിർത്തില്ല എന്ന് മാത്രമല്ല, ഈ അനുമോദന സമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പങ്കെടുത്ത് അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രോ ഹിന്ദു ലൈൻ സ്വീകരിക്കുന്നു. അതിന്റെ ഡിവിഡൻസ് നിങ്ങൾക്ക് സമുദായ സംഘടനകൾക്ക് കിട്ടുന്നു എന്ന മട്ടിൽ വിമർശനം വരും സ്വാഭാവികമായും. മിസ്റ്റർ അഭിലാഷ്, ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ സംരക്ഷിക്കുവാനോ പ്രചരിപ്പിക്കുവാനോ വേണ്ടി CPM നിലപാടെടുത്തിട്ടില്ല. താങ്കൾക്കറിയാലോ, 1931 ഗുരുവായൂർ സത്യാഗ്രഹം, ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ മുഖത്തടിക്കും എന്ന് പറഞ്ഞ് ക്രൂരമായ മർദ്ദനം നടക്കുമ്പോഴും ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറി മണിയടിച്ച നേതാവിന്റെ പേര് സഖാവ് കൃഷ്ണപിള്ള എന്നതാണ്. ഈ പാലിയം, പറവൂര് പാലിയത്ത് ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തി രക്തസാക്ഷിത്വം വഹിച്ച പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ്. അതുപോലെ തന്നെ കണ്ണൂർ കണ്ടോത്ത് കുറുവടി കൊണ്ടും ഉലക്ക കൊണ്ടും അടിച്ച് AKG മരണപ്പെട്ടു എന്ന് വിചാരിച്ച് അക്രമികൾ തിരിച്ചുപോയത് നമുക്കറിയാം. അമ്പലത്തിൽ പ്രവേശിക്കാനും വഴി നടക്കാനും വേണ്ടിയിട്ടുള്ള അവകാശമാണ്. അതുപോലെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട്, ഇവിടുത്തെ വർഷിപ്പിന്റെ പ്ലേസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം പരമോന്നത നീതിപീഠത്തിലടക്കം നടത്തിയത് ആരാ? ഇടതുപക്ഷമല്ലേ? അതുപോലെ കണ്ടമാലിൽ വലിയ വർഗീയ കലാപത്തിന്റെ ഭാഗമായി എല്ലാം നഷ്ടപ്പെട്ട കന്യാസ്ത്രീകൾക്ക് CPMന്റെ ഓഫീസ് തുറന്നു കൊടുത്തത് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് അവരുടെ ആരാധനാലയം, പള്ളി പണിയാൻ ഒരു പ്രത്യേക പൊക്കത്തിന് മുകളിലേക്ക് പള്ളി പണിയാൻ അവകാശമില്ലാത്തപ്പോ ആ അവകാശം ഈ നിയമനിർമ്മാണത്തിലൂടെ കൃത്യമായി എഴുതി കൊടുത്തത്, ഉണ്ടാക്കിയെടുത്തത് സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ഈ കഴിഞ്ഞ 9.5 വർഷമായി ഒറ്റ വർഗീയ കലാപങ്ങളില്ലാതെ ഒരു മതവിദ്വേഷമില്ലാതെ ഈ നാടിനെ നയിക്കുമ്പോഴും 650 കോടി രൂപ ദേവസ്വം ബോർഡിന് വേണ്ടി മാറ്റിവെച്ചത് LDF സർക്കാരാണ്. ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ച് എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന LDF ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ നിരവധി മേഖലയിൽ നിന്ന് വർഗീയ ലക്ഷ്യത്തോടെ നിരവധി ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് കണ്ടെത്തി പലരും ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തു വരുന്ന സാഹചര്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഇപ്പൊ ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് ഒന്ന് അയച്ചിട്ടുണ്ട്. ഈ സമുദായ നേതാക്കന്മാരെ എല്ലാം നിശ്ചിതമായി വിമർശിക്കുകയാണ്. താങ്കൾ അതൊന്ന് നോക്കണം, എത്ര മോശം ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. KC വേണുഗോപാലിന്റെ ഭാര്യ പറഞ്ഞില്ലേ,
കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്, വനിതാ നേതാക്കന്മാർക്ക്, മക്കൾക്കും ഭയത്തോടെ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീയെ വരെ ആക്രമിച്ചു. ആ പോസ്റ്റ് പിൻവലിച്ചു പോകേണ്ടി വന്നു. ഒന്നെടുത്ത് നോക്കിയേ, ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം 1000 വീട് പറഞ്ഞു കോൺഗ്രസ്. അത് 500 വീടായി, 100 വീടായി, 50 വീടായി, 30 വീടായി. ഒരു വീട് പണിത് കൊടുത്തോ? ഒരു വീട്. ആ പിരിച്ചെടുത്ത പണം മുഴുവൻ അക്കൗണ്ടിൽ കിടക്കുക. ലീഗോ കുറെ പണം വാങ്ങിച്ച് ഭൂമി വാങ്ങിച്ചു, വിൽക്കാനോ കൈമാറാനോ ചെയ്യാൻ പറ്റാത്ത ഭൂമി വാങ്ങിച്ചു. ഏതെങ്കിലും ഒരു വാക്ക് പാലിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഈ UDF-നോ BJP-ക്കോ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഈ അടുത്ത ദിവസം BJP-യുടെ അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പറോ ബാഹുലേയൻ വന്ന് CPM-നോടൊപ്പം ചേരുകയാണ്. ഇവരെല്ലാം സ്വന്തം പാർട്ടിക്കാർ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിഫൻസ് രൂപീകരിച്ച് നടക്കുക. വയനാട്ടിൽ 5 കോൺഗ്രസ്സുകാരെ ആത്മഹത്യ ചെയ്ത് സ്വന്തം മകനെ കൊന്നുകൊണ്ട് അച്ഛൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പറഞ്ഞു വരാം, രോമാഞ്ചം കൊള്ളാനുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഈ ബാബറി മസ്ജിദ് പൊളിക്കാൻ പോയി അവിടുത്തെ ബാബറി മസ്ജിദിന്റെ കല്ലും കൊണ്ട് തിരിച്ചു വന്ന കക്ഷിയാണ് നിങ്ങൾ നവോത്ഥാന സംരക്ഷണത്തിന്റെ അപ്പോസ്തലനായിട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വെച്ചത്. പുള്ളിക്ക് നവോത്ഥാനം പോരാതെ വന്നപ്പോ പുള്ളി പിന്നെയും തിരിച്ചു പോയിട്ട് നിങ്ങളെ ചീത്ത വിളിക്കുന്നത് കേട്ടു. അപ്പോ അപ്പുറത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നു എന്നുള്ളതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോ ശരിയാണ്, AKG കണ്ടോത്തെ കുറുവടി ആക്രമണം ഏറ്റപ്പോഴും P. കൃഷ്ണപിള്ള മണിയടിച്ചപ്പോഴും ഒക്കെ അവർ കോൺഗ്രസ്സുകാരായിരുന്നു കേട്ടോ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല, പിന്നീടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്. പിന്നെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നരസിംഹറാവുവിന്റെ സർക്കാർ കൊണ്ടുവന്നതുമാണ്. അല്ലല്ല, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആയിരുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഒക്കെ 1934 മുതലാണ്. കോൺഗ്രസിൽ നിൽക്കാൻ പറ്റില്ലല്ലോ ആർക്കും. കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റായും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് മാറി ഈ നാടിന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് നേതൃത്വം മാറിയത് നമുക്കറിയാം. KU കുഞ്ഞിരാമൻ പള്ളിക്ക് കാവൽ നിന്ന് ധീര രക്തസാക്ഷിത്വം വരിക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് തന്നെയാ, കോൺഗ്രസ് അല്ല. പാലിയം സമരത്തിന് നേതൃത്വം കൊടുത്ത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാ. ഇതിന്റെ ക്രെഡിറ്റ് ഒക്കെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാൻ നോക്കണ്ട. കോൺഗ്രസ് അടുത്ത ഇപ്പൊ കർണാടകത്തിൽ മുടസ്ഥാനം, ഇപ്പോഴും അന്ധവിശ്വാസം. സവർണൻ ഭക്ഷിച്ചു തള്ളുന്ന ഭക്ഷണത്തിന്റെ ഉച്ചിഷ്ടത്തിൽ കിടന്ന് ഉരുണ്ടാൽ മാത്രമേ സാധാരണ ജാതിക്കാർക്ക് പുണ്യം കിട്ടുള്ളൂ എന്ന് പറഞ്ഞുള്ള സവർണ മുടസ്ഥാനം പ്രോത്സാഹിപ്പിക്കുന്ന BJP-യാ. തമിഴ്നാട്ടിൽ ഇപ്പോഴും ജാതി മതിൽ കെട്ടി സവർണരെയും അവർണരെയും അങ്ങ് തിരിച്ചിരിക്കുക. അവിടെ സമരം നടത്തിയത് സഖാവ് സീതാറാം യെച്ചൂരിയും അതുപോലെ പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വത്തിലാണ്. വടക്കേന്ത്യയിലേക്ക് പോയാൽ എത്രയോ ഉദാഹരണങ്ങൾ. ഇതൊന്നുമില്ലാത്ത നാട്, എല്ലാ മതവിശ്വാസങ്ങളെയും കൃത്യമായി പ്രോത്സാഹിപ്പിക്കുന്ന, പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന, വർഗീയ കലാകളില്ലാത്ത നാട്. ആ നാടിനെ കുറിച്ചിട്ടാണ് ഇത്തരത്തിൽ നുണപ്രചരണമായിട്ട് ഇവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. കാര്യം, ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ, വികസനം നടപ്പാക്കാൻ, എല്ലാ ഭക്തർക്കും അവിടെ വന്ന് ആരാധന നടത്താൻ ഉള്ള സൗകര്യം മെച്ചപ്പെടുത്താനുള്ള മീറ്റിംഗിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല, BJP പങ്കെടുക്കില്ല. ക്യാമറയെ എതിർത്തവർ, ജലമെട്രോയെ എതിർത്തവർ, ഫോണിനെ എതിർത്തവർ, ഹൈക്കോടതി നിശ്ചിതമായി വിമർശിച്ച് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞത്, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തെ 9.5 കൊല്ലമായി കോൺഗ്രസ് അനുകൂലിച്ചിട്ടുണ്ടോ? BJP അനുകൂലിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ എതിർത്തവർ, വിമർശിച്ചവർ ഞങ്ങളോട് ചേർന്ന് വരുന്നത്. ഇനിയും വരും, നിരവധി ആളുകൾ ഇനിയും ആളുകൾ അനുകൂലിക്കും എന്നാണ് പറയുന്നത്. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ അനിലക്കര, ഈ ശബരിമല സമരം കോൺഗ്രസിന്റെ കൂടി ആഭിമുഖ്യത്തിലായിരുന്നു, കോൺഗ്രസും സമരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിലൊന്നും നിലപാടില്ലാത്ത ആളുകളായിരുന്നില്ല, ആചാര സംരക്ഷകർ തന്നെയായിരുന്നു നിങ്ങളും. ഇപ്പോൾ ഈ തീവ്ര മതേതരത്വം എന്ന് പറയുമ്പോൾ മതേതരത്വത്തിന്റെ മാനദണ്ഡങ്ങൾ കൂടി നമുക്ക് പ്രശ്നവൽക്കരിക്കണമല്ലോ. എല്ലാ വിഷയങ്ങളിലും പിന്തിരിപ്പൻ ശക്തികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞങ്ങളുടേത് മതേതരത്വമാണ്, മതേതരത്വം എന്നുള്ളത് ഒരു വാചകത്തിൽ അങ്ങ് പറഞ്ഞാൽ മതിയോ എന്ന പ്രശ്നവും വരും. ഈ പറയുന്ന സാമുദായിക വിഷയങ്ങളാണോ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്, പ്രത്യേകിച്ച് 10 കൊല്ലം ഭരിച്ച ഒരു മുഖ്യമന്ത്രി വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വേണ്ടതെന്ന പ്രശ്നം വേറെയുമുണ്ട്. അല്ലല്ല, ഇവിടെ ഞാൻ പറഞ്ഞ തീവ്ര മതേതരത്വ നിലപാട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കോൺഗ്രസ് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശബരിമല വിഷയത്തിൽ ഞങ്ങളെടുത്ത നിലപാട് ആചാരവും അതുപോലെ തന്നെ ആചാര സംരക്ഷണവും ഒക്കെ അതേ രീതിയിൽ പോകണം എന്നുള്ള നിലപാട് തന്നെയാണ് എടുത്തത്. ഞങ്ങൾ അതിനകത്ത് വെള്ളം ചേർക്കാനും അന്നും ഇന്നും നിന്നിട്ടില്ല. ഞങ്ങൾക്ക് അന്നും തെറ്റുപറ്റിയിട്ടില്ല, ഇന്നും തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ തുടരുന്നത്. ഇവിടെ ഈ വിഷയത്തിൽ നിന്നും വളരെ മാറിയാണ് അരുൺകുമാർ സഞ്ചരിക്കുന്നത്. അദ്ദേഹം ഈ വിഷയത്തിലേക്ക് വരാതെ മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയാണ്. അതിനൊക്കെ മറുപടി പറയാൻ നിന്നാൽ ഒരുപാട് സമയമെടുക്കുമെന്നുള്ളൂ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. യഥാർത്ഥത്തിൽ അരുൺകുമാർ DYFI ആണോ അതല്ല ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ പാർട്ടിയിലാണോ എന്ന സംശയം എനിക്കുണ്ട്. കാരണം അദ്ദേഹത്തിന് ഈ പറയുന്ന വിഷയത്തിൽ ഊന്നി അധികം സംസാരിക്കുന്നില്ല. അദ്ദേഹം മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ അദ്ദേഹം DYFI ആണ്, പിണറായി വിജയൻ്റെ CPM അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടുത്തെ ഈ ശബരിമല വിഷയം തന്നെ എടുത്താൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും, കൊച്ചിൻ ദേവസ്വം ബോർഡും, ഗുരുവായൂർ ദേവസ്വം ബോർഡും, മലബാർ ദേവസ്വം ബോർഡും ഉണ്ട്. ഈ 4 ദേവസ്വം ബോർഡുകളിൽ ശബരിമലയെ പോലെ തന്നെ പ്രധാനപ്പെട്ട പിന്നെ അമ്പലങ്ങളുണ്ടല്ലോ. നമുക്ക് 2 പ്രധാനപ്പെട്ട അമ്പലങ്ങൾ എടുക്കാം. ഒന്ന്, ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ.
അവിടെ ഈ പറയുന്ന ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചക്കംകണ്ടത്തെ അഴുക്കുചാലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെ ആ പ്രദേശത്ത് പിന്നെ അഭിലാഷം ഒന്ന് നോക്കിയാൽ കാണാം, അവിടുത്തെ ഏതെങ്കിലും ഒരു ഓടയിൽ നോക്കിയാൽ അവിടെ ഈ പറയുന്ന ഹോട്ടൽ മാലിന്യവും അതുപോലെ തന്നെ ദുർഗന്ധിക്കുന്ന വെള്ളവുമാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പൂർണ്ണമായുള്ളത്. യഥാർത്ഥത്തിൽ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ദേവസ്വം ബോർഡുകളോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തുകൊണ്ട് അവർക്ക് നടപടികൾ കൃത്യമായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല? കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ തൃശ്ശൂർ പൂരം കലക്കിയത് ഇവരാണല്ലോ, അതിൻ്റെ ഉൽപ്പന്നമാണല്ലോ സുരേഷ് ഗോപി. അവിടെ തൃശ്ശൂർ പൂരത്തിന് നാളുകളിൽ പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു നിയമനിർമ്മാണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥിരം സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ അഴുക്കുചാലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തുകൊണ്ട് അവർക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല? അവിടേക്കുള്ള റോഡ് ഗതാഗത മാർഗ്ഗം ഇപ്പോൾ അഭിലാഷം ഒന്ന് നോക്കൂ, തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകണമെങ്കിൽ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ബ്ലോക്കിൽ കിടക്കണം, 1 മണിക്കൂറെങ്കിലും കിടക്കണം. ആ വിഷയം ഒന്നും അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഇവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഒരു കപട ഭക്തിയിലേക്ക് വരികയും ഏതോ ഒരു ജോത്സ്യൻ എഴുതി കൊടുത്തതനുസരിച്ചുള്ള നടപടിയിലേക്ക് പോയതുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ഇവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇതൊന്നുമല്ല. ഇവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം പിണറായി വിജയൻ തയ്യാറാക്കുന്ന ഒരു അജണ്ടയും ആ അജണ്ട ചില ജോത്സ്യന്മാർ തയ്യാറാക്കുന്ന അജണ്ടയും അതിനനുസരിച്ച് കേരളത്തിലെ പാർട്ടി മാറി എന്നതാണ് യാഥാർത്ഥ്യം. ശരി, അതിന് ശ്രീ അരുൺകുമാർ മറുപടി പറയും. അതിനു മുമ്പ് ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഹിന്ദു ജനവിഭാഗങ്ങളുടെ പിന്തുണ BJP തെരഞ്ഞെടുപ്പ് വിജയത്തിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ മുന്നോട്ട് പോക്കിന് ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. സമുദായ സംഘടനകളെ എടുക്കൂ, KPMS ആവട്ടെ, NSS ആവട്ടെ, SNDP യോഗമാവട്ടെ, ഈ സർക്കാരിൻ്റെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുകയും അതിൽ സജീവമായ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തു. നേതാക്കൾ അവിടെ അക്കാര്യത്തിലെ നിലപാട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റായി ഏതെങ്കിലും തരത്തിലുള്ള സാമുദായിക ധ്രുവീകരണത്തിനുള്ള അവസരം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം സംഭവിക്കുന്നുമില്ല. കേരളത്തിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാക്കാനോ അത് ആളിക്കത്തിക്കാനോ ഒന്നുമുള്ള സാഹചര്യമില്ല. സർക്കാരിൻ്റെ മെറിറ്റിനെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെങ്കിൽ അവിടെ അതിൻ്റെ ഷെയർ കൂടുതലായി കിട്ടുക, ഞാൻ പറയുന്നത് എതിർക്കുന്ന ആളുകളുടെ ഷെയർ കൂടുതലായി പോവുക UDF-ലേക്കായിരിക്കുമല്ലോ. കേരളം ഒരു ത്രികോണ മത്സരത്തിൽ പോകണം എന്നാണ് BJP-യും താങ്കളും ഒക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ BJP-ക്ക് ആനുകൂല്യം കിട്ടുന്ന രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ ഉണ്ടാവും? അഭിലാഷേ, നിങ്ങൾ ഈ പറഞ്ഞൊക്കെ പണ്ടത്തെ കഥയാ. ഇവർ രണ്ടും ഒരു മുന്നണിയല്ലേ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണിയല്ലേ, പരസ്പര ധാരണയല്ലേ, ഇത് ജനങ്ങൾക്കറിയില്ലേ? മാത്രമല്ല BJP അങ്ങനെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ കൂടെ അല്ലല്ലോ അഭിലാഷ നിൽക്കുന്നത്. വികസിത ഭാരതം, വികസിത കേരളം, വികസിത ഇന്ത്യ, ഇതല്ലേ BJP-യുടെ മുദ്രാവാക്യം. ഞങ്ങൾ ഏത് പരിപാടിയാണ് ഒരു സമുദായത്തിന് വേണ്ടി നടപ്പിലാക്കിയത്? അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ അജണ്ടയിൽ നിങ്ങൾ സെറ്റ് ചെയ്തോളൂ. പക്ഷേ എൻ്റെ സുഹൃത്ത്, ഞാൻ 1-2 കാര്യം മറുപടി പറഞ്ഞോട്ടെ അഭിലാഷേ. എൻ്റെ സുഹൃത്ത് അങ്ങ് വല്ലാതെ തിളച്ചു പൊങ്ങി എന്തൊക്കെയോ പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു സർ. ഉത്തരേന്ത്യയിൽ പേരാമ്പ്ര എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലമുണ്ട്. അരുൺകുമാർ, ഉത്തരേന്ത്യയിലെ പേരാമ്പ്ര, അവിടുത്തെ MLA TP രാമകൃഷ്ണനാണ്. അദ്ദേഹം ഏത് പാർട്ടിയാണ് നിങ്ങൾ നോക്കുക. അവിടെ ഒരു വെൽഫെയർ സ്കൂളുണ്ട്. കുറച്ച് മുമ്പ് വലിയ വാർത്തയായിരുന്നു. അല്ല, അതാ പറഞ്ഞത്, അത് കേൾക്കുന്നേ. അപ്പോൾ അവിടെ ഒരു വിഭാഗത്തെ ആളുകളെ ഇരുത്താൻ മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല. ഇത് ഉത്തരേന്ത്യയിലെ കഥയല്ല അരുൺകുമാറെ. ഇടുക്കിയിൽ വട്ടവട എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. അരുൺകുമാറിന് അറിയോ? ഇടുക്കിയിൽ വട്ടവട. ആരാ ഭരിക്കുന്നതെന്നറിയോ? അവിടെ ബാർബർ ഷാപ്പിൽ ചെന്ന് മുടി മുറിക്കാൻ അനുവദിക്കാതെ ഒരു ചെറുപ്പക്കാരൻ, അത് കേരളത്തിൽ വലിയ വാർത്തയായിരുന്നു. ഒരു ദുരഭിമാന കൊലയുടെ വാർത്തയുണ്ട് കേരളത്തിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെലച്ചിയല്ല നീ, നിനക്ക് ഞാൻ തന്തയില്ലാതെ കുട്ടിയെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട് കേരളത്തിൽ. അറിയോ അരുൺകുമാറിന് ഇത്? ഇതൊക്കെ ഉത്തരേന്ത്യയാണോ? മാത്രമല്ല, ഒരു മഞ്ചത്തിൽ പൊതിഞ്ഞ് 3.5 കിലോമീറ്റർ പാലക്കാട്ട് ഒരു ആദിവാസി ഗർഭിണിയെ ചുവന്നു കൊണ്ടുപോയതുണ്ട് ഉത്തരേന്ത്യയിലെ കഥ. നിങ്ങൾക്കറിയോ? പാലക്കാട്ടാ സ്ഥലം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ എന്തൊക്കെയോ അങ്ങ് മതിമർ തള്ളുകയാണ്. മാത്രമല്ല, നിങ്ങൾ പണ്ടെന്തോ നടന്ന പ്രവേശന വിളംബരത്തെ കുറിച്ച്, ഇത് സ്ഥിരം മാർക്സിസ്റ്റുകാരുടെ ശൈലിയാണ്. AK ഗോപാലനും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപപ്പെടുന്നതിന് മുമ്പ് എന്തെയോ ചെയ്തതിൻ്റെ പിതൃത്വമൊന്നും നിങ്ങൾ ഏറ്റെടുക്കണ്ട. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു വക്കീലാണ് എന്നാണ്. എന്തൊക്കെയോ അങ്ങ് വാരിക്കോരി കൊടുത്തു പിണറായി വിജയൻ അമ്പലങ്ങൾക്ക്, ദേവസ്വം ബോർഡിന് എന്ന് പറയുന്നു. അല്ല സർ, നിങ്ങൾക്ക് ഇതിൻ്റെ പുറകുള്ള നിയമത്തെക്കുറിച്ചൊന്നും അറിയില്ലേ? എന്ത് കൊടുത്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ നിങ്ങൾ ഔദാര്യമാണോ? ഈ ക്ഷേത്ര സ്വത്ത് മുഴുവൻ ഗവൺമെൻറ് കൊടുത്തപ്പോൾ ഉണ്ടാക്കിയ കരാറല്ലേ, അത് കൊടുക്കുന്നുണ്ടോ നിങ്ങൾ?
ഇനി കൊടുത്തതിന് എന്താണ് സാർ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്തിട്ട് എത്ര കാലമായി മിസ്റ്റർ അരുൺകുമാർ? വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് എത്ര വർഷമായി? ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടോ? അവസാനം നിങ്ങൾ കിട്ടുന്നിടത്ത് വെട്ടിവിടുന്നു. എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യുന്നു, എല്ലാ വർഷവും. അയ്യപ്പ ഫ്യൂവൽസ് എന്ന് പറയുന്ന ദേവസ്വം നിങ്ങൾ അവസരം വരുമ്പോൾ പറഞ്ഞോ, നിങ്ങൾക്ക് അവസരം ഇനിയും തരും. അയ്യപ്പ ഫ്യൂവൽസിൽ ലക്ഷങ്ങൾ കട്ടിയാൽ ഹൈക്കോടതി പറഞ്ഞു ഡിജിറ്റലൈസ്. ഓർമ്മയുണ്ടോ? ആന്റിക് വാല്യൂ ഉള്ള സ്വർണ്ണാഭരണങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശ്ശൂർക്ക് മാറ്റാൻ ഉത്തരവിട്ടു. എന്തിനാ? മാറ്റി അടുത്ത കൊല്ലം ദേവസ്വം ബോർഡ് പറഞ്ഞു എല്ലാം മുക്കുവണ്ടമായി. അതുവരെ ഉണ്ടായിരുന്ന ആന്റിക് സ്വർണ്ണങ്ങൾ പൂർണ്ണത്രയീ ക്ഷേത്രക്കാർ പറഞ്ഞു ഒന്നൊഴിയാതെ മുഴുവൻ ഞങ്ങൾ കൊടുത്തത് സ്വർണ്ണ ആണ്. അത് അവിടെ എത്തിയപ്പോൾ ഇങ്ങനെയായിപ്പോയി. ദേവസ്വം ബോർഡ് കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്നില്ലെങ്കിൽ, സുപ്രീം കോടതി കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്നില്ലെങ്കിൽ ഇതിന്റെ അവസ്ഥ എന്താകുമായിരുന്നു അരുൺകുമാറെ? ഇപ്പോഴും ആഴ്ചകൾക്ക് മുമ്പ് സ്വർണ്ണപ്പാളി കൊണ്ടുപോയപ്പോ തൂക്കം എവിടെ പോയി അരുൺകുമാറെ? ആവിയായി പോയോ? അതുകൊണ്ട് നിങ്ങൾ ആരുടെ കാല് പിടിച്ചാലും നിങ്ങളുടെ തനി സ്വഭാവമൊക്കെ ആളുകൾക്ക് അറിയാം. തള്ളി മറച്ച് ചാനലിൽ വന്നിരുന്ന് പറയുന്നതും ജനങ്ങൾ അനുഭവിക്കുന്നതും തികച്ചും വ്യത്യസ്തമാണ് മിസ്റ്റർ അരുൺകുമാർ. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് നിങ്ങൾ ഇങ്ങനെ തള്ളിയത് കൊണ്ടൊന്നും കാര്യമില്ല. ജനങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പോ അപകടകരമായ രൂപത്തിൽ BJP വളരുന്നത്. ഇന്നലെ CPI ഒന്നും വായിച്ചില്ല അരുൺകുമാറെ? ഇന്നലെ CPIയുടെ കഴിഞ്ഞ ആഴ്ച സംസ്ഥാന സമ്മേളനം എന്താ പറയുന്നത്? BJP വളരുന്നു. നിങ്ങളൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ട് BJP വളരുന്നു അരുൺകുമാർ. തകർച്ചാൻ BJPയെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. ചാനലിൽ വന്ന് നിങ്ങളൊക്കെ ചെയ്യുന്ന ഈ മഹത് കർമ്മത്തിന് നന്ദിയുള്ളവരാണ് ഞങ്ങൾ. നിങ്ങൾ തുടരുക. ശരി, അരുൺകുമാർ, ഇപ്പോ ഇതിന് മറുപടി പറയാം. അതുപോലെ ഇവിടെ അനിൽ അക്കര ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട സംശയം, ഏതോ ഒരു ജോത്സ്യൻ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ യൂട്ടേൺ ഒക്കെ അടിക്കുന്നത് എന്നാണ്. ഇപ്പൊ ജോത്സ്യന്മാരാണോ CPMന്റെ അല്ലെങ്കിൽ LDFന്റെ സർക്കാരിന്റെ നയം തീരുമാനിക്കുന്നത്? ഇതേ ഇപ്പൊ ഈ BJPയുടെ നേതാവ് പറയുന്നത് കേട്ടല്ലോ. വ്യക്തിപരമായിട്ടൊക്കെ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് മാലിന്യ പ്ലാന്റിൽ മുഴുവൻ മാലിന്യമാണോ കേരളത്തിൽ? മാലിന്യ പ്ലാന്റിൽ പിന്നെ മാലിന്യമല്ലാതെ മുല്ലപ്പൂ ഉണ്ടാവുമോ? ഒരാരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ് നേതാവ് പറയാണ് തൃശ്ശൂർ മുതൽ ഗുരുവായൂർ വരെ ബ്ലോക്കാണ്. കേരളത്തിൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും, വസ്തുതാപരമായ ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വസ്തുതാപരമായ ഏതെങ്കിലും ഒരു ആരോപണം നിങ്ങൾക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, സാമൂഹ്യ വികസന സൂചികയിൽ അതുപോലെ തന്നെ ഇവിടെ ക്ഷേമ പദ്ധതികളിൽ പശ്ചാത്തല വികസന രംഗത്ത് പറഞ്ഞിരിക്കുന്ന വികസന അജണ്ടയുടെ കാര്യത്തിൽ ഞങ്ങൾ ഇന്നതൊക്കെ പറഞ്ഞു, ഇന്നതൊക്കെ ചെയ്തു, ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനുണ്ട് എന്ന് കൃത്യമായി ഞങ്ങൾ പറയുക. അല്ല ഇടപെടല്ലേ, ഞാൻ പറയട്ടെ. അതായത് കൃത്യമായി എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യുന്നു. ഇത് തന്നെയാണ് ജനാധിപത്യത്തിൽ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. പറഞ്ഞോളൂ. കേട്ടില്ല? അല്ല, മാതൃഭൂമിയുടെ ബ്രേക്കിംഗ് ന്യൂസ് വായിച്ചാൽ വസ്തുതാപരമായ ഒരു ആരോപണം കേൾക്കാം. അങ്ങനെ പല ആരോപണവും പല ബ്രേക്കിങ്ങും വരും. ആ ബ്രേക്കിംഗ് കഴിഞ്ഞ 9.5 കൊല്ലമായിട്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ബിരിയാണി ചെമ്പ്, സ്വർണ്ണക്കള്ളക്കടത്ത്, ഈന്തപ്പഴത്തിന്റെ കുരു, അതുപോലെ തന്നെ ഖുറാന്റെ ഉള്ളിൽ സ്വർണം, ലൈഫ് പദ്ധതി, താങ്കളടക്കം വടക്കാഞ്ചേരിയിൽ കുറെ പൊക്കിക്കൊണ്ടുവന്നല്ലോ. 5 ലക്ഷം കേരളത്തിലെ സാധാരണക്കാർക്ക് ജില്ലാ സെക്രട്ടറി ശരത്തിനെ ഒറ്റ മിനിറ്റ് കേക്ക്. താങ്കൾ കേൾക്ക്. ഈ കേരളത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു വന്യജീവി ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. സ്പോട്ട് ഷൂട്ടിംഗ് ആണ് ഈ ഗവൺമെന്റ് കൊണ്ടുവന്നു. അതുപോലെ ഭൂപതിവ് പട്ടയം ഇടുക്കിയിലെ ഈ ഗവൺമെന്റ് കൊണ്ടുവന്നു. അതുപോലെ CM വിത്ത് മീ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ CM ഇറങ്ങുകയാണ്, ഗവൺമെന്റ് ഇറങ്ങുകയാണ്, പാർട്ടി ഇറങ്ങുകയാണ്. നമുക്ക് കാണാം ഇത്തരത്തിൽ എന്തു വസ്തുതാവിരുദ്ധമായ ആരോപണം നിങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നാലും അതിനെയെല്ലാം ചേർക്കാൻ ശേഷിയുള്ള സംഘടിത പ്രസ്ഥാനമായി ഇടതുപക്ഷം കേരളത്തിൽ മാറിയിരിക്കുന്നു. ഒറ്റ കാര്യം കൂടി മനസ്സിലാക്കുക, ഈ കേരള ഉൽപ്പത്തിക്ക് ശേഷം ആദ്യത്തെ 30 വർഷം വെറും 6 വർഷം ഞങ്ങൾ ഭരിച്ചു. 24 വർഷം ഭരിച്ചത് കോൺഗ്രസ്. എന്നാൽ ഈ കേരളത്തിന്റെ അവസാനത്തെ ചരിത്രത്തിന്റെ 40 വർഷം ഞങ്ങൾ 30 വർഷം ഭരിക്കുന്നു. ഞങ്ങൾ 30 വർഷത്തോളം ഞങ്ങൾ എത്തുന്നു. ഞങ്ങളുടെ അതിന്റെ പകുതിയുടെ പകുതി പോലും നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ല. കാരണം
കേരളത്തിലെ ജനത ഇടതുപക്ഷ മനസ്സായി മാറിയിരിക്കുന്നു. അത് കൃത്യമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത്തെ ഹൃദയത്തോട് ചേർത്ത് തന്നെയാണ്. നിങ്ങൾ ഉന്നയിച്ച നിരവധി വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ആരോപണമുണ്ട്. ഇതെല്ലാം 1ഉം 2ഉം വർഷം പിന്നിൽ നിങ്ങൾ തന്നെ ഉന്നയിച്ച ആരോപണമാണ്. മുനയൊടിഞ്ഞ ആരോപണമാണ്. പൊട്ടിപ്പോയ ആരോപണമാണ്. പുറകെ പോകുക. ആരോപണങ്ങളൊക്കെ ഇപ്പൊ നേരെ തലതിരിഞ്ഞാണ്. കേരള രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം നോക്കാം. ചർച്ചയിലേക്ക് മനുഷ്യ അനിലക്കര. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ CPM-നെയും മുഖ്യമന്ത്രിയെയും പുകഴ്ത്തുന്നു, G. സുകുമാരൻ നായർ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ സർക്കാരിനെയും പുകഴ്ത്തുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് എടുക്കാൻ കഴിയുന്ന ഒരു നിലപാട് ഇതൊന്നും കേൾക്കാതിരിക്കുക എന്നുള്ളതായിരിക്കുമോ? അല്ലാതെ ഇതിനൊക്കെ മറുപടി പറയാൻ പോയാൽ പിന്നെ അവരുമായിട്ടൊരു ഫൈറ്റ് നിൽക്കേണ്ടി വരും. അവഗണിക്കുക എന്ന സമീപനത്തിലേക്ക് പോകുമോ നിങ്ങൾ? അല്ലല്ല, ഞങ്ങൾ അവരുമായി ഒരു ഘട്ടത്തിലും SNDP നേതൃത്വമായും NSSന്റെ നേതൃത്വമായും ഒരു ഘട്ടത്തിലും ഞങ്ങൾ തർക്കമുണ്ടായിട്ടില്ല. അവരുമായി ഞങ്ങൾക്ക് ഒരു അകൽച്ചയും ഈ വിഷയത്തിലില്ല. ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് കൃത്യമായി പറഞ്ഞു. SNDPയുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ NSSന്റെ ജനറൽ സെക്രട്ടറി അവരുടെ നിലപാട് കൃത്യമായി പറഞ്ഞു. ആ നിലപാടൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതുമായ CPM-ന്റെ വിഷയമാണ്. പൂർണ്ണമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, AK ഗോപാലനും അതുപോലെ തന്നെ അരുൺകുമാർ പറഞ്ഞ കൃഷ്ണപിള്ളയും EK നായനാരും VS സജ്ജാനനും ഒക്കെ ഗൗരിയമ്മയൊക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ അതിന് പൂർണ്ണമായി മാറി. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഇപ്പം നമ്മളൊരു കാര്യം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതൃഭൂമിയുടെ ബ്രേക്കിങ്ങിൽ വരുന്നത് എന്താണ്? കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണത്തിനെതിരെ 2 നേതാക്കന്മാർ AC മൊയ്തീനും MK കണ്ണനും കോടാനുകോടി രൂപയുടെ അഴിമതി നടത്തി അവരൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവരായി മാറി എന്ന് വിളിച്ചു പറഞ്ഞ DYFIയുടെ നേതാവിനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ കൊടുത്താരാണ്? കരിവന്നൂർ കേസിൽ ആ കേസ് അന്വേഷിച്ച പാർട്ടിക്ക് വേണ്ടി അന്വേഷിച്ച PK ബിജു തന്നെയാണ് ഈ ശരത്തിനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ കൊടുക്കുന്നത്. എത്ര വിരോധാഭാസമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടി എന്ന് പറഞ്ഞാൽ ജീവനേക്കാൾ തന്റെ കുടുംബത്തിനേക്കാൾ ഏറ്റവും വലുതാണ് മാർക്സിസ്റ്റ് പാർട്ടി. രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ തന്റെ കുടുംബത്തിന് അച്ഛനേക്കാളും അമ്മയെക്കാളും മക്കളെക്കാളും വലുതാണ് എന്ന് ചിന്തിക്കുന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഈ പാർട്ടി തൃശ്ശൂരിലെ പാർട്ടി എന്താണ് സ്ഥിതി? കേരളത്തിലെ പാർട്ടി എന്താണ് സ്ഥിതി? കലൂർ PMLA കോടതിയിൽ കള്ളപ്പണം വെളിപ്പിച്ച കേസിൽ പ്രതിസ്ഥാനത്ത് പോയി ജാമ്യമെടുക്കാൻ 3 ജില്ലാ സെക്രട്ടറിമാർ നിൽക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയെ ഇപ്പോൾ നിരീശ്വരവാദി അല്ലെങ്കിൽ അന്ധവിശ്വാസി എന്ന രീതിയിലൊക്കെ മാറുന്ന ഘട്ടത്തിലേക്ക് ഈ പാർട്ടി മാറിയപ്പോൾ നമുക്കിവരെ കുറിച്ച് എന്ത് പറയാൻ? ഈ പാർട്ടി പൂർണ്ണമായി മാറി. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേര് പൂർണ്ണമായി മാറി. ഈ പാർട്ടി പിണറായി വിജയന്റെ പാർട്ടിയായി മാറി. പിണറായി കമ്പനിയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് മാറി എന്നാണ്. ശരി, പെട്ടെന്ന് മറുപടി പറഞ്ഞു. അഭിലാഷ് തൃശ്ശൂരിലെ പാർട്ടി എന്ത് പാർട്ടി എന്ന് ചോദിച്ചു. ഈ തൃശ്ശൂരിൽ എല്ലാ പ്രതിസന്ധിയിലും 16,500 വോട്ട് ഞങ്ങൾക്ക് കൂടി. തൃശ്ശൂരിലെ കോൺഗ്രസിന് 86,500 വോട്ട് BJPക്ക് വിറ്റു. അവിടെ BJP ജയിച്ചു. നിയമസഭ എല്ലാം തൃശ്ശൂര് LDF തന്നെയാണ്. തൃശ്ശൂരിലെ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. വൻകിട ശക്തിയായി തൃശ്ശൂരിലെ പാർട്ടി മാറുകയാണ്. ശരി, അവസാനിപ്പിക്കാൻ നമുക്ക്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് MR രവികുമാറിനോട് ചോദിച്ചാൽ മതി. MR രവികുമാറിനോട്. ശരി, ഇതിപ്പോ നമ്മുടെ വിഷയത്തിൽ പറഞ്ഞു തരും. ശരി, യാഥാർത്ഥ്യം കേരളത്തിലുണ്ട്. കൃത്യമായി കേരളത്തിൽ സാമൂഹ്യ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്, കണക്കുകളുണ്ട്. ശരി, ശ്രീ TP ജയേന്ദ്രൻ, അടുത്ത തെരഞ്ഞെടുപ്പിന്റെ അജണ്ട എന്തായിരിക്കും? ഇവിടെ ഈ അയ്യപ്പ സംഗമത്തിലോ വിശ്വാസത്തിലോ ആണ് ആ അജണ്ടയെ കൊണ്ടുപോയി കിട്ടുന്നതെങ്കിൽ ഒരു അജണ്ടയ്ക്ക് നിങ്ങൾ തലവെച്ചു കൊടുക്കലാണ്. അതിനുദ്ദേശിക്കുന്നുണ്ടോ? അത് ബുദ്ധിയാകുമോ? ഇപ്പൊ ആലോചിച്ച് പറഞ്ഞാൽ മതി. അല്ല, അങ്ങനെ ഒരു തലവെച്ച് കൊടുത്തിട്ടല്ല അഭിലാഷയെ തൃശ്ശൂർ ജയിച്ചത്. നിങ്ങൾ ഒരു കാര്യം ചർച്ച ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു നിലപാടുള്ള പാർട്ടിയായിരുന്നു. അതിനകത്തുണ്ടായിരുന്ന നേതാക്കന്മാർക്ക് നിലപാടുകൾ ഉണ്ടായിരുന്നു. ശബരിമലയുടെ കാര്യത്തിൽ ഇവരുടെ നിലപാടുകൾക്ക് മാറ്റം വരാനുള്ള പശ്ചാത്തലം എന്താണ്? കേരളത്തിലെ കുത്തകയുള്ള നിലപാടുകൾ ഉണ്ടായ മാറ്റം എവിടെയാണ്? സാന്റിയാഗോ മാർട്ടിനും അദാനിയും ഇന്ന് ലണ്ടൻ ഉസ്മാനും ഇന്ന് പാർട്ടിയുടെ വലം കൈയായി ചേരുന്നു. പാർട്ടി ഇന്നലെ വരെ അനാചാരമെന്നും പഴയകാല സംവാദത്തിലെ മാർക്സിസ്റ്റുകാരെ സംവാദങ്ങൾ കേൾക്കാനും ഉത്തരം പറയാനും തയ്യാറാകുമായിരുന്നു. പകരം വെറും ബഹളം വെച്ച് ചർച്ച അലങ്കോലപ്പെടുത്താൻ വരുന്ന ആധുനിക ചർച്ചകൾ നിങ്ങളുടെയൊക്കെ മനസ്സിലാക്കിക്കുന്ന കാണിക്കുന്നില്ല. അലമ്പാക്കുക. ജെയ്സി തോമസ്
നിങ്ങളുടെ പല ചാനലുകളും വന്ന് ചെയ്യുന്ന പണി എന്താ? ചർച്ച അലമ്പാക്കുക, മറ്റുള്ളവന്റെ ചോദ്യങ്ങളെ തടയുക. നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോ ഞാൻ മിണ്ടിയോ? കൃത്യമായിട്ടുള്ള ഒരു സംവാദത്തിന്റെ മര്യാദ എന്താ? ഉത്തരം ലളിതമാണ്. നിങ്ങൾക്ക് നിലപാടില്ല, നിങ്ങൾക്ക് ഉത്തരം മുട്ടും. അവസാനിപ്പിക്കാം. നമുക്ക് 8:28 അത് ജനം പറയും, അവർ പ്രതികരിക്കും. അതല്ലേ 19 സ്ഥലത്ത് തോറ്റോ? ജനം വിലയിരുത്തിയോ? ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുക, കൊന്നു തോറ്റ നിങ്ങളോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 തോറ്റ നിങ്ങളോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 തോറ്റ നിങ്ങളാണോ? ശരി ശരി, വേറെ 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 വിഷയങ്ങളാണ്. നമ്മുടെ വിഷയം NSSന്റെ SNDPയുടെ നിലപാടായിരുന്നു. ഓക്കെ, എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് വർഷം വരാൻ പോലെ വളരെ വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഡിബേറ്റ് നമുക്ക് ഇനിയും നടത്താം. നാളെ മറ്റന്നാളും ഒക്കെ സമയമുണ്ടല്ലോ. വളരെ നന്ദി മൂന്ന് പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.